കൈ നോക്കിയത് നല്ലൊരു കൈ കൊടുക്കുക, നിറഞ്ഞൊരു കൈ കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇനി മൂന്നാമത് മനോഹരമായിട്ടുള്ള ഗിഫ്റ്റ് സ്വന്തമാക്കാൻ പോകുന്ന ആള് ചോദിച്ച ചോദ്യം ഇതായിരുന്നു. ഈ ഗിഫ്റ്റിന് മറ്റൊരു പ്രത്യേകത കൂടെ, അതായത് ഐശ്വര്യലക്ഷ്മി ഒരു സിഗ്നേച്ചർ, അദ്ദേഹത്തിന്റെ ഒരു സിഗ്നേച്ചർ നൽകിയാണ് ആ ഒരു ഇതില് ഒരു ഫുട്വെയറിൽ ചെരുപ്പില് നമ്മൾ അദ്ദേഹത്തിന്റെ ഒരു സിഗ്നേച്ചർ നൽകിയാണ് നൽകുന്നത്. അപ്പൊ നല്ലൊരു കൈയ്യടി, അത് ഏറ്റവും വലിയ സന്തോഷം നിറഞ്ഞൊരു കാര്യമാണ്. നമ്മുടെ ഇന്നത്തെ ഒരു ദിവസത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മനോഹരമായിട്ടുള്ള നിമിഷമാണ്. അത് ഏറ്റുവാങ്ങുന്നവർക്കും ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും പള്ളത്തെ എല്ലാ നിലവരും ഇവിടെ ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം നമ്മുടെ സിൽക്കോന്റെ പേരിൽ ഇന്നത്തെ ഈ ഒരു ഉദ്ഘാടന വേളയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. ഇനിയും നമ്മൾ ഇതിന് ശേഷവും നമ്മൾ വനിതകൾക്ക് വേണ്ടി ഇനി ഒരു 3 ഗിഫ്റ്റ് കൂടെ ഉണ്ട്. അതുകൂടെ നമ്മൾ ഉടനെ തന്നെ ചോദിക്കുന്നതായിരിക്കും. ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നവർക്ക് മനോഹരമായിട്ടുള്ള സമ്മാനം. സ്വാഗതം ചെയ്യാം. And also the counselor of Pallam, നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട മിസ് ദിവ്യ മോൾ, ദിവ്യ മാമിനെ കൂടെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാവുന്നതാണ്. ഓക്കെ, എല്ലാവരും മുന്നോട്ട് കയറിയിരിക്കുക. ഓക്കെ, നമ്മുടെ ഇനാഗുറേഷൻ ചടങ്ങ് നമ്മുടെ ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ വിശേഷ വ്യക്തികൾ എല്ലാവരും തന്നെ നമ്മുടെ വേദിയിലേക്ക് എത്തിച്ചേരും. ഓക്കെ, എന്തായാലും നമുക്ക് ഐശ്വര്യയെ പറ്റി എല്ലാവർക്കും അറിയുന്നതാണ്. എന്നിരുന്നാലും നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും ശരിക്കും പറഞ്ഞാൽ ഷൂട്ട് ലൊക്കേഷന്റെ ഇടയ്ക്കാണ് നമുക്ക് എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് ഇങ്ങോട്ട് എത്തുന്നത് അല്ലേ. ഒരുപാട് എന്താ പറയാ, നമുക്ക് ഈ ഷൂട്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഓട്ടുപാച്ചിൽ തന്നെയാണ്. പക്ഷെ അതിനിടയ്ക്കും നമുക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നത് എത്രത്തോളം എനർജറ്റിക് ആണ്, എത്രത്തോളം പവർഫുൾ ആണ് എന്നുള്ളൊരു കാര്യം അല്ലേ. അപ്പൊ എങ്ങനെയാണ് ഹൗ യു സ്റ്റിൽ മാനേജ് ടു ബി ലൈക്ക് ദിസ് ഗോർജിയസ് യു. ആൻഡ് ഓൾസോ ഞങ്ങൾ എല്ലാവരും ചെയ്തിരിക്കുന്ന ഏറ്റവും നല്ലൊരു ആക്ട്രസ് കൂടിയാണ് ഐശ്വര്യ ലക്ഷ്മി. അപ്പൊ സിൽക്കോൺ എന്ന് പറയുന്നത് യു ഓൾറെഡി സെഡ് ദാറ്റ് ഐശ്വര്യയെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്കാലം തൊട്ടേ അറിയുന്ന ഒരു ഇതാണ്. കാരണം 80 വർഷത്തെ കഥയാണ്, 80 വർഷത്തെ ലെഗസിയാണ് സിൽക്കോണിനുള്ളത്. മാത്രമല്ല സിൽക്കോൺ എന്ന് പറയുന്നത് തന്നെ ഈ ഷൂസ് ആൻഡ് ബാഗ്സ് കൂടാതെ തന്നെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ചായ ഹൗസ് ഉണ്ട്, അതുപോലെ സൂപ്പർ മാർക്കറ്റ് ആൻഡ് ഹൈപ്പർ മാർക്കറ്റ്സ് ഉണ്ട്. അങ്ങനെ ഉടനീളം തന്നെ മാത്രമല്ല നമ്മൾ 2 വർഷത്തിൽ തന്നെ 100 സ്റ്റോഴ്സ് ആണ് ഓപ്പൺ ചെയ്യാനുള്ള ഒരു എക്സ്പാൻഷൻ പ്ലാൻ നമ്മൾ ഒരുക്കിയിരിക്കുന്നത് അല്ലേ. ഐ ഷുഡ് ഡെഫിനറ്റ്ലി നോ അബൌട്ട് ദിസ് അല്ലേ. എന്തായാലും അറിയേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പണ്ടത്തെ ഓരോ വ്യക്തിയും ഇത് അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ്, ഐഷു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവരും നമ്മൾ ഒരുപാട് സമ്മാനങ്ങളെല്ലാം തീർച്ചയായും നിങ്ങൾക്ക് തരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് അല്ലേ. അപ്പൊ നമ്മൾ ഓൾറെഡി ഒരു 2 ആൾക്കാരെ ഇവിടെ നമ്മൾ ഓൾറെഡി ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗിഫ്റ്റ് കൊടുത്തതിന് ശേഷമായിരിക്കും നമ്മൾ ഇനാഗുറേഷനിലേക്ക് പോകുന്നത് അല്ലേ, അതോ ഇനാഗുറേഷൻ? അതെ, നമ്മൾ എന്തായാലും കാരണം 2 വ്യക്തികളെ നമ്മൾ ഓൾറെഡി ചൂസ് ചെയ്ത് കഴിഞ്ഞാണ്. ബാക്കി നമ്മൾ എന്തായാലും ഇനോഗ്രേഷന് ശേഷം ആയിരിക്കും. അപ്പൊ നിങ്ങൾ ആരും പോകരുത്. അപ്പൊ ആദ്യത്തെ ആ 2 വ്യക്തികൾ ആരാണ് നിങ്ങൾക്കിടയിൽ നിൽക്കുന്നവർക്ക് തന്നെ അറിയാലോ. അപ്പൊ അവർക്ക് ഒന്ന് വഴി കൊടുക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ആ ഗിഫ്റ്റ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. 2 പേര് എന്താണ് നമ്മൾ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ